ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ദീപാവലി ആശംസിക്കുന്നു. ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കല്ലേ. നമ്മൾ ഈ വർഷത്തെ ദീപാവലിക്ക് പടക്കത്തിൻ്റെ കിറ്റാണ് മേടിച്ചിട്ടുള്ളത്. കുടുംബശ്രീയുടെ കീഴിൽ വിൽക്കുന്നതാണ്. കിറ്റാണ്, അല്ലെങ്കിൽ നമ്മൾ എല്ലാ തവണയും പടക്കക്കടയിൽ നിന്നാണ് ലൂസായിട്ട് വാങ്ങിക്കുന്നത്. നമുക്ക് ഈ തവണ തവചക്രം, പൂത്തിരി, പടക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലാഭം ഉണ്ടായിരുന്നു കേട്ടോ. 600 രൂപയ്ക്കാണ് നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച ഐറ്റംസാണ് ഇതിലുണ്ടായിരുന്നത്. ആദ്യം ചേട്ടായാണ് തവചക്രം കത്തിച്ചത്. ഞങ്ങളെല്ലാവരും ഓരോ തവചക്രം കത്തിച്ചതിന് ശേഷം വല്യമ്മയുടെ തവചക്രമാണ് ഏറ്റവും കൂടുതൽ നേരം കത്തിയത്. പിന്നെ നമ്മൾ പുറത്ത് പോയിട്ട് പൂത്തിരി കത്തിച്ചു. ഫസ്റ്റ് ചേട്ടായി അമ്പിളൂസും കൂടെയാണ് കത്തിച്ചത്. അന്നമോൾ ഈ തവണ എല്ലാം കത്തിക്കുന്നതൊക്കെ കാണാൻ നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര പേടിയും കാര്യങ്ങളും ആയിരുന്നു. പിന്നെ പപ്പയുടെ കൂടെത്തി. പപ്പ എന്താ കത്തിച്ചിട്ട് നിൽക്കുന്നുണ്ട്. രാത്രി വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് ക്ലാരിറ്റിയും പ്രശ്നങ്ങളൊക്കെ കാണും. മാക്സിമം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം വിജയമ്മ കത്തിച്ച കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒന്നും കൂടെ എടുത്തതാണ്. കഴിഞ്ഞ വർഷം അന്നമ്മോൾക്ക് കമ്പിത്തിരിയൊക്കെ കാണിച്ചു കൊടുത്തും കളിക്കാൻ കൊടുത്തെങ്കിലും ഭയങ്കര പേടിയായിരുന്നു. ഈ വർഷം എല്ലാം നേരെ തിരിച്ചായിരുന്നു കേട്ടോ. അവളുടെ പപ്പച്ചിയുടെ കയ്യിൽ കൊടുക്കാതെയാണ് വേണ്ട ഞാൻ എടുത്തോളാം, ഞാൻ കറക്കാമെന്നും പറഞ്ഞ് പപ്പച്ചിയുടെ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൊണ്ട് നിൽക്കുന്നത്. ഇതാ കണ്ട, പപ്പച്ചി പിടിക്കണ്ട, ഞാൻ എൻ്റെതല്ലേ എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. പിന്നെ നമ്മുടെ കിറ്റിലുണ്ടായിരുന്ന ഒരു ഐറ്റമാണ് പാമ്പും കൂടി എന്ന് പറയും. ഒന്നുകൂടെ കമ്പിത്തിരി വെച്ചാണ് കേട്ടോ നമ്മൾ കത്തിക്കുന്നത്. സംഭവം കത്തിയ സമയത്ത് നല്ല പുകയും തീയൊക്കെ വരുന്നുണ്ട്. ഈ പുക ശ്വാസം മുട്ടുള്ളവർക്കും കുഞ്ഞു മക്കൾക്കും വയസ്സായവർക്കൊന്നും ശ്വസിക്കുന്നത് അത്ര നല്ലതല്ല. ഈ കാണുന്ന രൂപത്തിൽ കിട്ടും. വീണ്ടും പൂത്തിരി തന്നെയാണ് വീണ്ടും കത്തിക്കുന്നത്. പൂത്തിരി 6-7 ഉണ്ടായിരുന്നു. 2 വലിയ പൂത്തിരി, പ്ലാസ്റ്റിക് ചെറിയ പൂത്തിരി ഉണ്ടായിരുന്നു. അടുത്ത അന്നമ്മോളും പപ്പച്ചിയും കൂടെയാണ് പൂത്തിരി കത്തിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ സൂക്ഷിച്ചാണ് ചെയ്യുന്നത്. കാരണം കുഞ്ഞായതുകൊണ്ട് തന്നെ കണ്ണിൽ വീഴോ, അവരുടെ സ്കിന്നിൽ കയ്യിലോ കാലിലോട്ടോ വീഴോ, തീപ്പൊരി തെറിക്കുമോ എന്ന് പേടിച്ചാണ് കേട്ടോ കത്തിക്കുന്നത്. എന്നെ കൊള്ളാമോ? നമ്മുടെ കിറ്റിൽ 2 റോക്കറ്റായിരുന്നു ഉണ്ടായിരുന്നു. സെറ്റായിരുന്നു കേട്ടോ റോക്കറ്റ്. പിന്നെ കിറ്റിലുണ്ടായിരുന്നത് നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന വില്ലന്മാരുടെ കയ്യിരിക്കുന്ന ബോംബ് പോലത്തെ ഐറ്റമായിരുന്നു. അത്ര സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതാ ഈ കാണുന്ന എറിപ്പടക്കമാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതുണ്ടായിരുന്നു. അത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഓലപ്പടക്കം, ഇതിന് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. ഈ പടക്കങ്ങളിൽ ഈ ഓലപ്പടക്കത്തിനായിരുന്നു ചിമിട്ട സൗണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ ഈ പടക്കങ്ങൾ പൊട്ടുന്നതൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.